വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യ കലുഷിതം. ഇസ്രായേലിനെയും ഗൾഫിലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാനിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 85 കുട്ടികൾ കൊല്ലപ്പെട്ടു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടെന്ന വാർത്ത ഇറാൻ നിഷേധിച്ചു. അതേസമയം ഇറാന്റെ പ്രതിരോധ മന്ത്രിയും സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമിസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചതോടെ ചരക്കു നീക്കം നിശ്ചലമായി. പ്രശ്നത്തെ തുടർന്ന് UN സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി ചേരാൻ തീരുമാനിച്ചു. നാല് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യാപക ആക്രമണവും ഇന്നുണ്ടായി. ബഹ്റൈനിൽ ജനവാസ മേഖലയിൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ഹുറയിലെ ഇറാ ടവറിൽ ഉൾപ്പെടെ 2 അപ്പാർട്ട്മെന്റുകളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. കുവൈത്ത് വിമാനത്താവളത്തിലും ഡ്രോൺ ആക്രമണം നടത്തി. ദുബായിൽ വൻ സ്ഫോടനമുണ്ടായി. ഇതിനിടെ ഹോർമിസ് കടലിടുക്ക് അടച്ചിടാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇറാൻ വിപ്ലവ സേന കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലാണ് വലിയ ജാഗ്രത ഈ നിമിഷം പുലർത്തിപ്പോരുന്നത്. ബഹ്റൈനിൽ ജനവാസ മേഖലയിൽ ജനങ്ങൾ പാർക്കുന്ന അപ്പാർട്ട്മെന്റിന് നേരെ ഡ്രോൺ ആക്രമണം നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഷെഫി ഷാജഹാൻ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ, അല്പസമയം മുൻപ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷെഫി പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കുന്നതിന് മുൻപ് തലയ്ക്ക് മുകളിലൂടെ എന്നോണം ഡ്രോണുകൾ പറക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതീവ ജാഗ്രത ബഹ്റൈനിൽ പുലർത്തുകയാണ്. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം, ഡ്രോൺ ആക്രമണം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ പുറത്തിറങ്ങരുത്, ജാഗ്രത പാലിക്കണം, എവിടെയാണോ അവിടെ തുടരണം എന്ന തരത്തിലുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരികയാണ്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആളുകളെ അവിടെ ഒഴിപ്പിക്കുന്നുണ്ട്. 2 അപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഷെഫി ഷാജഹാൻ നേരത്തെ സംസാരിച്ച ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കണ്ടുവരാം. ഷെഫി, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വളരെ കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്ന് നൽകി വരികയായിരുന്നു. ഒരു പക്ഷേ ഷെഫി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ ആക്രമണം നടന്ന ആ കെട്ടിടമുള്ളത്. അപ്പോൾ അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളേക്ക് ഒഴിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. ഷെഫി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഡ്രോണുകൾ നിരന്തരം ആകാശത്തു കൂടെ പറന്നു പോകുന്നത്.